بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. والفجر വചനം 1. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. പ്രഭാതം തന്നെയാണ് സത്യം. وليال عشر വചനം 2. വലയാലിൻ, രാത്രികളും തന്നെയാണ്. അശ്ർ, 10. 10 രാത്രികൾ തന്നെയാണ് സത്യം. والشفع والوتر വചനം 3. വശഫ്ഇ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽ വത്ർ, ഒറ്റയും. ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. والليل إذا يسر വചനം 4. വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്ർ, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ. രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ. هل في ذلك قسم لذي حجر വചനം 5. ഹൽ ഫീ ദാലിക, അതിലുണ്ടോ, ഖസമുൻ, സത്യം, ശപഥം, ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്. അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ? ألم تر كيف فعل ربك بعاد വചനം 6. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെക്കൊണ്ട്, നിന്റെ രക്ഷിതാവു ആദിനെക്കൊണ്ട് എപ്രകാരം ചെയ്തുവെന്നു നീ കണ്ടില്ലേ? إرم ذات العماد വചനം 7. ഇറോമ, അതായത് ഇറമിനെക്കൊണ്ട്, ദാത്തിൽ ഇമാദ്, തൂണിന്റെതായ, സ്തംഭത്തിന്റെതായ, അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമുഗോത്രം. التي لم يخلق مثلها في البلاد വചനം 8. അല്ലത്തി ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിഥ്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ. അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം. وثمود الذين جابوا الصخر بالواد വചനം 9. വതമൂദ, തമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സൊഹ്റ, പാറ, ബിൽവാദ്, താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും. وفرعون ذي الأوتاد വചനം 10. വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ, കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും. الذين طغوا في البلاد വചനം 11. അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ. അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ. فأكثروا فيها الفساد വചനം 12. ഫഅക്തറൂ ഫീഹ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു, അൽ ഫസാദ്, കുഴപ്പം, നാശം.
അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു. فصب عليهم ربك سوط عذاب. വചനം 13. ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു, റബ്ബുക, നിന്റെ റബ്ബ്, സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി. അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. വചനം 14. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. വചനം 15. ഫഅമ്മ, എന്നാൽ, അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവന്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എന്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു. എന്നാൽ മനുഷ്യനോ, അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ, അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. ഉണ്ട്, സത്യം മുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതിമാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിൽ ആണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവ്വസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിന്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതുപോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത, അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ. ഇരട്ടയും ഒറ്റയും
അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത 2 സത്യങ്ങൾ. 2 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ്അ എന്നും അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ 2 ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവന്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിന്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ർ നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം 2 ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം. സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടികളെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവന്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റക്കും നൽകിയ വിവരണം. 5-മത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിന്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെപ്പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിർഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. 3 കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം സൂറത്ത് ശുഅറായിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിർഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം അവന്റെ അധികാരശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12-ാം വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രത്നച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ്
13-ാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14-ാം വചനം.